ഋഷയ ഊച്ചു. അപ്പോൾ അവർക്ക് ജിജ്ഞാസ, ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അവർക്ക് വീണ്ടും ജിജ്ഞാസ. ഋഷയ ഊച്ചു, ഋഷിമാർ പറഞ്ഞു, ബ്രൂഹി സൂത മഹാഭാഗ വ്യാസാ പൂർവയുഗോദ്ഭവാ വക്താരസ്തു പുരാണാനാം ദ്വാപരേ യുഗേ. മഹാഭാഗ്യവാനായ സൂത, കഴിഞ്ഞ ഓരോ ദ്വാപര യുഗത്തിലും പുരാണ വക്താക്കളായിരിക്കുന്ന വ്യാസന്മാർ ആരെല്ലാമാണെന്ന് പറയൂ. പേര് കേൾക്കാനുള്ള താല്പര്യം എല്ലാവർക്കും ഉള്ളതാണ്. ആളെ പരിചയം ഉണ്ടാവണമെന്നൊന്നുമില്ല, ആളുടെ പേര് കേൾക്കുന്നതിൽ നമുക്കൊക്കെ താല്പര്യമുണ്ട്. പേരുകൾ കേൾക്കാനുള്ള താല്പര്യം മനുഷ്യരിലുള്ളൊരു ജിജ്ഞാസയാണ്. അറിഞ്ഞുകൊള്ളണം എന്നില്ല, പേര് കേട്ടതുകൊണ്ട് അയാളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നുമില്ല. പക്ഷെ പേര് കേൾക്കാനുള്ളൊരു താല്പര്യം സ്വതേ മനുഷ്യർക്കുണ്ട്. അതാണ് ഇവിടെ പ്രകടമാകുന്നത്. ആ താല്പര്യം സൂതൻ നടത്തിക്കൊടുക്കുകയാണ്, അതിനെ നിർവഹിച്ചു കൊടുക്കുകയാണ്. പേരുകളിടുന്നതിലുള്ള വ്യാസഭഗവാന്റെ നൈപുണ്യവും ഇവിടെ വെളിപ്പെടുകയാണ്. പേരുകളിടാനറിയാവുന്ന വ്യാസഭഗവാൻ ചില കഥകളിലെ കഥാപാത്രങ്ങൾക്ക് പേരിട്ടിട്ടില്ല എന്നുള്ളതും നാം ഇവിടെ ഓർക്കേണ്ടതാണ്. ആ സമയത്ത് നമ്മളത് വീണ്ടും എടുത്ത് വിശകലനം ചെയ്യും. സൂത ഉവാച, സൂതൻ പറഞ്ഞു, ദ്വാപരേ പ്രഥമേ വ്യസ്താ സ്വയം വേദാ സ്വയംഭുവ പ്രജാപതിർദ്വിതീയേ തു ദ്വാപരേ വ്യാസകാര്യകൃത് തൃതീയേ ചോഷന വ്യാസശ്ചതുർത്ഥേ തു ബൃഹസ്പതി പഞ്ചമേ സവിതാ വ്യാസ ഷഷ്ടേ മൃത്യുസ്തു ദ്വാപരേ മഖവാ സപ്തമേ പ്രാപ്തേ വസിഷ്ഠസ്ത്വഷ്ടമേ സ്മൃത സാരസ്വതസ്തു നവമേ ത്രിധാമാ ദശമേ തഥാ ഏകാദശേഥ ത്രിവൃഷോ ഭരദ്വാജസ്തതഃ പരം ത്രയോദശേ ച അന്തരീക്ഷോ ധർമ്മശ്ചാപി ചതുർദശേ ത്രയ്യാരുണി പഞ്ചദശേ ഷോഡശേ തു ധനഞ്ജയ മേധാതിഥി സപ്തദശേ വ്രതീ ഹ്യഷ്ടാദശേ തഥാ അത്രിരേകോനവിംശേഥ ഗൗതമസ്തു തതഃ പരം ഉത്തമശ്ചൈകവിംശേഥ ഹര്യാത്മാ പരികീർത്തിത വേനോ വാജശ്രവാശ്ചൈവ സോമോ അമുഷ്യായണസ്തഥാ തൃണബിന്ദുസ്തഥാ വ്യാസോ ഭാർഗവസ്തു തതഃ പരം തതഃ ശക്തിർജാതുകർണ്യ കൃഷ്ണദ്വൈപായനസ്തതഃ അഷ്ടാവിംശതി സംഖ്യേയം കഥിതായാ മയാ ശ്രുത. 28 പേരുടെ പേര് പറയുകയാണ്. പേര് പറയുന്നതിലൊരു രസം. ഇതൊക്കെ ചിലർക്ക് രസമുണ്ടാവും, ചിലർക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ ചേരുവകളും ഇതിലുണ്ടാകും. ഒന്നാമത്തെ ദ്വാപരയുഗത്തിൽ ബ്രഹ്മാവ് സ്വയം വേദങ്ങളെ വിഭജിച്ചു. വ്യാസൻ അദ്ദേഹമായിരുന്നു. രണ്ടാമത്തെ ദ്വാപരയുഗത്തിൽ പ്രജാപതിയാണ് വ്യാസൻ്റെ കർമ്മം നിർവഹിച്ചത്. മൂന്നാമത്തേതിൽ ഉശനസായിരുന്നു വ്യാസൻ. നാലാമത്തേതിൽ ബൃഹസ്പതി. അഞ്ചാമത്തേതിൽ സവിതാവ്. ആറാമത്തെ ദ്വാപരത്തിൽ മൃത്യു. ഏഴാമത്തേതിൽ മഖവാൻ. എട്ടാമത്തേതിൽ വസിഷ്ഠൻ. ഒൻപതാമത്തേതിൽ സാരസ്വതൻ. പത്താമത്തേതിൽ ത്രിധാമാവ്. 11ാമത്തേതിൽ ത്രിവൃഷൻ. 12ാമത്തേതിൽ ഭരദ്വാജൻ. 13ാമത്തേതിൽ അന്തരീക്ഷൻ. 14ാമത്തേതിൽ ധർമ്മൻ. 15ാമത്തേതിൽ ത്രയ്യാരുണി. 16ാമത്തേതിൽ ധനഞ്ജയൻ. 17ാമത്തേതിൽ മേധാതിഥി. 18ാമത്തേതിൽ വ്രതി. 19ാമത്തേതിൽ അത്രി. 20ാമത്തേതിൽ ഗൗതമൻ. 21ാമത്തേതിൽ ഉത്തമൻ. പിന്നെ വേനൻ, വാജശ്രവസ്, സോമൻ, അമുഷ്യായണൻ, തൃണബിന്ദു, ഭാർഗവൻ, ജാതുകർണ്യൻ, കൃഷ്ണദ്വൈപായനൻ. ഞാൻ കേട്ടിട്ടുള്ളത് ഈ 28 പേരാണ്. അത് ഞാൻ ഭവാന്മാരോട് പറഞ്ഞു. കേമൻ തന്നെ കേട്ടപ്പം ഓർമ്മ വന്നു. കമ്പ്യൂട്ടറില്ല, മൊബൈൽ ഫോണുകളുടെ സഹായമില്ല, ഒന്നുമില്ല. ഈ പേരുകൾ നമ്മളൊന്ന് കാണാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്ര സമയമെടുക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഒറ്റ പ്രാവശ്യമേ കേട്ടിട്ടുണ്ടാവുള്ളൂ, ആവർത്തിച്ച് പറയുകയല്ല. പണ്ട് ഏകഗ്രാഹികൾ ഒറ്റ പ്രാവശ്യം പറയും, കേൾക്കും, മനസ്സിലാക്കും. കൃഷ്ണദ്വൈപായനാത് പ്രോക്തം പുരാണം ച യഥാശ്രുതം ശ്രീമദ് ഭാഗവതം പുണ്യം സർവദുഃഖൗഘനാശനം കാമദം മോക്ഷതം ചൈവ വേദാർത്ഥ പരിബൃംഹിതം സർവാഗമരസാരാമം മുമുക്ഷൂണാം സദാപ്രിയം. കൃഷ്ണദ്വൈപായനിൽ നിന്നാണ് ശ്രീമദ് ഭാഗവത പുരാണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്.
അത് അത്യന്തം പുണ്യവും സർവ്വദുഃഖങ്ങളെയും പാപങ്ങളെയും നശിപ്പിക്കുന്നതും സർവാഭീഷ്ടങ്ങളെയും ദാനം ചെയ്യുന്നതും മോക്ഷം നൽകുന്നതും വേദാർത്ഥങ്ങളെ വിശദീകരിച്ചിട്ടുള്ളതും വേദരസങ്ങൾക്കെല്ലാം ആരാമമായിട്ടുള്ളതും മുമുക്ഷുക്കൾക്കെല്ലായ്പ്പോഴും പ്രിയമായിട്ടുള്ളതും ആകുന്നു. ഇത് വെറുതെ കേട്ടാൽ പോരാ. കാരണം നേരത്തെ പറഞ്ഞു ഇതിൽ രഹസ്യമടങ്ങിയിട്ടുണ്ട് എന്ന്. രഹസ്യം മനസ്സിലാക്കാനുള്ള പരിശ്രമത്തോടുകൂടി കേൾക്കണം. അങ്ങനെ കേട്ടാൽ ഇത് അത്യന്തം പുണ്യപ്രദമാണ്, പരമമായതിലേക്ക് എത്തിക്കും, ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയാക്കും. ദുഃഖം രണ്ടുള്ളപ്പോഴാണ്. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ. ഇണ്ടലുണ്ടാവുന്നത് എപ്പോഴും രണ്ടുണ്ടാകുമ്പോഴാണ്. ഈ ഭാഗവത ശ്രവണത്തിൽ രണ്ടില്ലാതെയായി ഒന്നായി തീരും. അപ്പോൾ പാപം ഇല്ലാണ്ടാവും, ദുഃഖം ഇല്ലാണ്ടാവും. സർവ അഭീഷ്ടങ്ങളെയും ദാനം ചെയ്യും. ഇഷ്ടമുള്ളത് എന്താണോ അത് സാധിക്കും. അല്ലെങ്കിൽ ആ ഇഷ്ടം നമ്മളറിയാതെ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകും. മോക്ഷം നൽകുന്നതും വേദാർത്ഥങ്ങളെ വിശദീകരിച്ചിട്ടുള്ളതും വേദരസങ്ങൾക്കെല്ലാം ആരാമമായിട്ടുള്ളതും മുമുക്ഷുക്കൾക്ക് എപ്പോഴും പ്രിയമായിട്ടുള്ളതുമാകുന്നു ഈ ശ്രീമദ് ദേവി ഭാഗവതം. വ്യാസേന കൃത്വാദിശുഭം പുരാണം ശുകായ പുത്രായ മഹാത്മനേയത് വൈരാഗ്യയുക്തായ ച പാഠിതം വൈ വിജ്ഞായ ചൈവാരണി സംഭവായ. അത്യന്തം ശുഭപ്രദമായ ഈ പുരാണം വ്യാസൻ രചിച്ചു. പിന്നെ വൈരാഗ്യം വന്നവനും അരണിയിൽ ജനിച്ചവനും, അത്ഭുതത്തിന് മറ്റൊരു കാരണം ഉണ്ടാവും. അരണിയിൽ നിന്ന് മകൻ ഉണ്ടാവുകയെ, ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ജീവനുള്ളതുണ്ടാവുകയാണ്. അരണിയിൽ നിന്ന് ജനിച്ചവനും മഹാത്മാവുമായ ശുകൻ എന്ന പുത്രനെ പഠിപ്പിക്കുകയും ചെയ്തു. ശ്രുതം മയാ തത്ര തഥാ ഗൃഹീതം യഥാർത്ഥവത് വ്യാസമുഖാൻമുനീന്ദ്രാഹ പുരാണഗുഹ്യം സകലം സമേതം ഗുരോഃ പ്രസാദാത് കരുണാനിധേശ്ച. മുനീന്ദ്രന്മാരെ, അവിടെ വെച്ച് അങ്ങനെ ഞാൻ വ്യാസമുഖത്ത് നിന്ന് നേരിട്ട് ആ കരുണാനിധിയായ ഗുരുവിൻ്റെ പ്രസാദ നിമിത്തം പുരാണ ഗുഹ്യമായിട്ടുള്ള സകലതും ഗ്രഹിച്ചു. മകന് പറഞ്ഞു കൊടുത്തതാ. കുറച്ച് കഴിഞ്ഞാൽ ആ കഥ നമ്മൾ വിസ്തരിച്ച് കേൾക്കും. അപ്പോൾ മകന് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചിരുത്തി അവർക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേട്ടതാ. ഗുഹ്യമായിട്ടുള്ളതും പുരാണഗുഹ്യം, ഇതിൽ ഗുഹ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മുഴുവൻ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു. സൂതേന പൃഷ്ട സകലം ജഗാദ ദ്വൈപായനസ്തത്ര പുരാണഗുഹ്യം അയോനിജേന അത്ഭുത ബുദ്ധിനാ വൈ ശ്രുതം മയാ തത്ര മഹാപ്രഭാവം. അയോനിജനും, യോനിയിൽ നിന്നല്ലാതെ ജനിക്കുന്നവനും, മനുഷ്യനിൽ നിന്നല്ലാതെ ജനിച്ചവനും അത്ഭുത ബുദ്ധിമാനുമായ പുത്രൻ ചോദിച്ചതനുസരിച്ച് ദ്വൈപായനൻ പുരാണഗുഹ്യമായ സകലത്തും പറഞ്ഞു കൊടുത്തു. അവിടെ വെച്ച് എനിക്ക് ആ മഹത്തായ പ്രഭാവം കേൾക്കാൻ സാധിച്ചു. ശ്രീമദ് ഭാഗവതാമരാംഘ്രി പഫലാസ്വാദാദര സത്തമാ സംസാരാർണവ ദുർവിഗാഹ്യസലിലം സന്ദർത്തുകാമശുക നാനാഖ്യാനരസാലയം ശ്രുതിപുടൈഃ പ്രേംണാ ശൃണോദദ്ഭുതം തച്ഛ്രുത്വാ ന വിമുച്യത്തെ കലിഭയാദേവം വിദഃ കഃ ക്ഷിതൗ. ശ്രീമദ് ഭാഗവതമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ മധുനിഷ്യന്തിയായ ഫലമാസ്വദിച്ച് അപഹൃതചിത്തനായ ശുകൻ, എന്ത് മനോഹരമായ വർണ്ണനയാണെന്നൊന്ന് ആലോചിച്ച് കേട്ടു നോക്കൂ. ശ്രീമദ് ഭാഗവതമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ മധുനിഷ്യന്തിയായ ഫലം ആസ്വദിച്ച് അപഹൃതചിത്തനായ ശുകൻ കടക്കാൻ വിഷമമായ സംസാര സമുദ്രത്തിലെ ജലം തരണം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നാനാരസങ്ങൾ നിറഞ്ഞ കഥകൾക്കിരിപ്പിടമായ ഏതു പുരാണത്തെ കാതോർത്ത് ഭക്തിയോടെ അത്ഭുതപൂർവം കേട്ടിരുന്നുവോ ആ പുരാണം ശ്രദ്ധയോടെ കേട്ടിട്ട് കലിഭയത്തിൽ നിന്ന് മുക്തനാവാത്ത ഏതൊരുവനാണ് ഭൂമിയിൽ ഉള്ളത്? നമ്മളിപ്പോൾ അത് പരീക്ഷിക്കാൻ പോവുകയാണ്. നമ്മൾ ശ്രദ്ധാപുരസരം ഇത് പറയുകയും കേൾക്കാനും പോവുകയാണ്. ഇത് കേട്ടു കഴിയുമ്പോഴേക്കും നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന്
സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടാണ് നാം ഇത് കേൾക്കാൻ പോകുന്നത്. വെറുതെ കേൾക്കുകയല്ല, കേൾക്കുന്നതിനോടൊപ്പം സ്വാംശീകരിക്കുവാൻ അനിവാര്യമായ മനനം എന്ന പ്രക്രിയയോടുകൂടിയാണ് കേൾക്കുന്നത്. ഇതിനെ മനസ്സിലാക്കി ഇതിൻ്റെ സത്ത് സ്വീകരിച്ച് അതിനെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തെ മാറ്റാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കാൻ പോവുക. നമ്മളൊരു മുൻവിധിയോടുകൂടിയല്ല തുടങ്ങുന്നത്, നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നത്. സൂതൻ പറയുകയാണ്, ഈ ഭാഗവതം ശ്രദ്ധാപുരസരം കേട്ടാൽ മതി, മറ്റൊന്നും വേണ്ട എന്ന്. നമ്മളൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്, പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കുറച്ച് സമയമേ നമുക്കിതിന് വിനിയോഗിക്കേണ്ടതായിട്ടുള്ളൂ. മുഴുവൻ ജീവിതവും ശൗനകാദികൾ വിനിയോഗിച്ചതുപോലെ, സൂതൻ വിനിയോഗിച്ചതുപോലെ വിനിയോഗിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമല്ല. പക്ഷെ കുറച്ച് സമയം നമുക്ക് വിനിയോഗിക്കാം. അത് ശ്രദ്ധാപുരസരം നമ്മൾ വിനിയോഗിക്കണം. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. കാരണം ഇത് മാറ്റങ്ങളെ ഉണ്ടാക്കുന്ന ഗ്രന്ഥമാണ്.